നമസ്കാരം, സിറ്റി ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. പാപ്പനംകോട് തുലവിളയിൽ ക്ഷേത്ര നടപ്പാത സ്വകാര്യ വ്യക്തി കയ്യേറി. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേക്കാർ നൽകിയ നടപ്പാതയാണ് ഇപ്പോൾ സ്വകാര്യ വ്യക്തി കയ്യേറിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾ ഉണ്ടാവുകയും സ്ഥലത്ത് പോലീസ് എത്തുകയും പിന്നീട് മതിൽ കെട്ടുന്ന നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തു. ഏകദേശം 300 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് സ്വകാര്യ വ്യക്തി കയ്യേറിയത്. വളരെ വർഷങ്ങളായി ഈ വഴി കൂടിയാണ് നാട്ടുകാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവർ ഒരു സ്നേഹമതിൽ തീർത്തുകൊണ്ടാണ് കയ്യേറ്റം തുടങ്ങിയത്. നാട്ടുകാർ ഇടപെടുകയും പോലീസിനെ വിളിക്കുകയും പോലീസ് സ്ഥലത്തെത്തി നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് പാപ്പനംകോട് തുലവിള ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ക്ഷേത്രം ഏതാണ്ട് 300 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടെ ഇപ്പോൾ ഈ വഴിയെ സംബന്ധിച്ച്, ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് കാരണമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് വരാനുള്ള കാരണം. 1971 കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിയും മറ്റു കാര്യങ്ങളും നിശ്ചയിച്ചത്. അത് ക്ഷേത്രത്തിലേക്ക് മാത്രമല്ല, അതിൻ്റെ പരിസരത്തിലുള്ള നമ്മുടെ മറ്റ് ബന്ധുജനങ്ങൾക്കും പോകാനുള്ള വഴി അന്ന് ഇതെല്ലാം സ്ഥാപിച്ച് കിട്ടിയതാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആധാരത്തിൽ 1971 1650 നമ്പർ ആധാരത്തിൽ ഇങ്ങനൊരു വഴി സ്ഥാപിച്ചിട്ടുണ്ടെന്നും ആ വഴിയിൽ കൂടി മറ്റാളുകൾക്കൊപ്പം ക്ഷേത്രത്തിലെ ആൾക്കാരും ഭക്തരും ഗതാഗതം ചെയ്തു കൊള്ളണമെന്നും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഇരുന്ന വഴി ഏതാണ്ട് 2015 കാലഘട്ടത്തിൽ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് വന്നപ്പോൾ ആ വഴിയുടെ ഏതാണ്ട് ഭാഗം നാഷണൽ ഹൈവേയുടെ തന്നെ ഫണ്ട് കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് സ്ഥാപിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ 2-3 ദിവസത്തിനിപ്പുറം അതിൻ്റെ സൈഡിൽ ഒരു മതിലുണ്ടായിരുന്നു. ആ മതിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കക്ഷി, അതായത് ഗിരിജ പ്രസാദ്, ഇടിച്ച് മാറ്റുകയും ആ 2.8 മീറ്റർ, ഉദ്ദേശം 2.8 മീറ്റർ വീതി വരുന്ന ഈ വഴിയുടെ മധ്യഭാഗത്ത് വെച്ച് സ്നേഹമതിൽ തീർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ചേർന്നത് തടയുകയും പോലീസ് വരികയും അങ്ങനെ വർക്ക് നിർത്തിവെക്കാൻ പറയുകയും ചെയ്തു. പക്ഷേ ഈ വർക്ക് നിർത്തിവെക്കാൻ പറയുകയും ചെയ്തതിനിടയിൽ തന്നെ ഇവർ വളരെ അധികം വർക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ തിങ്കളാഴ്ച, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയായിട്ട് ഈ പ്രദേശത്തുള്ള റീസർവേ നടപടികൾ നടന്നു വരികയാണ്. ആ റീസർവേ നടപടികൾ നടന്നു വരുന്നതിന് മുമ്പായി ഇങ്ങനൊരു മതിൽ കെട്ടി ഈ ക്ഷേത്രത്തിൻ്റെ വഴി അവരുടെ പ്രോപ്പർട്ടിയാക്കി മാറ്റാനുള്ള ശ്രമമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഒരു വഴിത്തർക്കവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഇങ്ങനൊരു സ്നേഹമതിൽ എന്ന് പറയുന്ന ഒരു സംഭവം കെട്ടിയപ്പോൾ ഇത് ആരാണ് ആദ്യമായിട്ട് കാണുന്നത്? ആദ്യം അറിയുന്നത് ഞാനിങ്ങനെ വെളുപ്പാരാവിലെ കിടക്കുമ്പോൾ അനിയനടുത്ത് താമസമുണ്ട്. അപ്പോൾ അനിയനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത്. പക്ഷേ 2 ദിവസം മുമ്പേ ഈ വഴിയുടെ ഭാഗത്തുണ്ടായിരുന്ന ഭിത്തി മതിലും എല്ലാം പൊളിച്ച് മാറ്റുന്നത് നമ്മൾ കണ്ടതിൻ്റെ കാരണം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ചിലപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനായിരിക്കും. എന്നാലും നല്ല പൊക്കത്തിനുള്ള മതിലായിരുന്നു. റീസർവേക്കാർ വന്നപ്പോൾ അവർ അളക്കാനായിട്ട് സമ്മതിച്ചില്ലെന്നാണ് പിന്നീട് അറിയാൻ കഴിയുന്നത്. അവർ വിളിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോഴവർ പറയുന്നത് അവരുടെ സ്ഥലം ഇതിൻ്റെ നടുക്കൂടെയാണ് എന്നുള്ള രീതിക്കാണ് അവരിത് കൊണ്ട് കെട്ടിയത്. നമ്മൾ പോലീസിലേക്ക് വിളിച്ചു, പോലീസ് വന്നില്ലായിരുന്നു. നേരത്തെ വരാതെ വന്നപ്പോൾ നമ്മൾ കൺട്രോൾ നമ്മുടെ വിളിച്ചു. അങ്ങനെയാണ് പോലീസ് എത്തിയത്. പക്ഷെ പോലീസ് എത്തി വന്ന് നിർത്തി വെച്ചിട്ട് അന്ന് വരുമ്പോൾ 2 പോസ്റ്റാണ് നിർത്തിയിരുന്നത്. പോലീസ് എത്തി വന്ന് നിർത്തിയിട്ട് പോയതിന് ശേഷം വീണ്ടും അവർ പണി പുനരാരംഭിച്ചു. പിന്നെ നമ്മൾ ഒരുപാട് കമ്മീഷൻ ഓഫീസിൽ വിളിച്ചു, അതിൻ്റെ ആൾക്കാരെ വിളിച്ചു. അങ്ങനെ കമ്മീഷൻ ഓഫീസിൽ നിന്നൊക്കെ വിളിച്ചാണ് അദ്ദേഹം പണി നിർത്തി വെപ്പിക്കാനായിട്ട് നേമത്തു നിന്നുള്ള SI അതിനൊരു തീരുമാനം ഉണ്ടായത്. അതിനുശേഷം രാഷ്ട്രീയപരമായും അവരുടെ അടുത്ത് പോകാനുള്ള ഒരു ഇതൊന്നും നമ്മളെ സംബന്ധിച്ചില്ല. എങ്കിലും നമ്മൾ ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള രാഷ്ട്രീയക്കാരെ കണ്ടു. അവർ പോലീസ് സ്റ്റേഷനിൽ പോയി തൽക്കാലം പണി നിർത്തി വെക്കാം. പക്ഷേ അതൊരിക്കലും അത് നടപ്പാകുമെന്ന് തോന്നുന്നില്ല. അവർ ഇന്ന് രാത്രി തന്നെ അവരുടെ പണത്തിൻ്റെയും ആൾ സ്വാധീനത്തിൻ്റെയും ഇത് വെച്ചും കൊണ്ട് അവരിന്ന് രാത്രി തന്നെ ഇത് കെട്ടി അടയ്ക്കാനുള്ളൊരു സംവിധാനമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇത് എന്നാണ് ഈ മതിൽ പൊളിക്കുന്നത്? അല്ല, ഈ മതിൽ പൊളിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പാണ്. രാവിലെ തന്നെ അവരവിടെ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ ഒരു കാറിന് വേണ്ടി കൊടുക്കുന്നതിന് ഷെഡ് കെട്ടുന്നത്. അതിന് വൃത്തിയാക്കുന്ന രൂപേണയാണ് നമ്മുടെ ഈ ഒരു JCBയും ടിപ്പറും കൊണ്ടുവന്ന് ആ മതിലിനെ പൊളിച്ച് ഈ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും.
അതിനുശേഷം പിന്നെ ഒരു മഞ്ഞ മാർക്ക് അവിടെ ഇട്ടിരിക്കുന്ന കണ്ടു. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇത് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാരണം ഉണ്ടായത്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇന്ന് രാവിലെ മതിലങ്ങ് കെട്ടുകയാണ്. മതിലെന്നുള്ളതല്ല, എത്രയും പെട്ടെന്ന് അവധി ദിവസങ്ങളിൽ സെക്രട്ടറിയുടെ കെട്ടിപ്പൊക്കാൻ. അല്ല, ശരിക്കും ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് അവരുടെ വഴി എന്ന് പറയുന്നത് ആ ഒരു ഗേറ്റും ആ ഗേറ്റിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതെ. ഒന്ന്. അപ്പം നിങ്ങൾ പറയുന്നതെന്ന് പറയുന്നത് കോൺക്രീറ്റ് ഇട്ട റോഡ് എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ കെട്ടിയതാണെന്നാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ അന്ന് ഈ നാഷണൽ ഹൈവേയുടെ കോൺക്രീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇവർക്കത് തടുക്കാമായിരുന്നു. അല്ല, അങ്ങനെ അവർക്ക് തടക്കാൻ കഴിയില്ലല്ലോ. കാരണം ഇതിപ്പം പക്ഷെ അവരല്ലായിരുന്നു. ഇപ്പൊ അവര് മനഃപൂർവ്വം നിലവിൽ ഇപ്പോൾ എന്ന് പറയുന്നത് അവരുടെ മതിലോടുകൂടി ചേർന്നാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്നേഹമതിൽ അവർ കെട്ടുന്നത്. അവരെ മതിലിനോട് ചേർന്നല്ല, അവര് മതിൽ നമ്മൾ നിലവിലുണ്ടായിരുന്ന മതിൽ പൊളിച്ചു കളഞ്ഞിട്ട് നിലവിലുണ്ടായിരുന്ന വീതിക്കുള്ള 250 വീതി ആ എൻഡിന്റെ അവിടെ നിന്നാണ് ഇപ്പം പിടിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്ഷേത്രമാണ്. നടത്തിക്കൊണ്ട് പോകുന്നതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിടുന്നത്. അത് എന്തിനാണെന്നുള്ള കാര്യം നമുക്കറിയില്ല, അത് അവർക്കേ അറിയാവും. അല്ല, നിങ്ങളിത് പോലീസിൽ അറിയിച്ചപ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെന്റിന് എന്താണ് മറുപടി വന്നത്? ഇപ്പം നിലവിൽ ഇത് നിയമം സ്റ്റേഷൻ അതിർത്തിപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വഴിതർക്കം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പോലീസ് ഒന്ന് ഇടപെടണം, അത് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ അത് കോടതിക്ക് വിടണം. ഇതാണ് നിയമപരമായിട്ടുള്ള ഒരു വസ്തുത. ഇപ്പോൾ ഒരു വഴിതർക്കം വന്നു, ശരി, പോലീസ് ഇടപെട്ട് രണ്ടുപേരും പറയുന്നുണ്ട് നിങ്ങളത് ചെയ്യാൻ പാടില്ല, നിങ്ങളത് നിയമപരമായ രീതിയിൽ പോവുക എന്നാണ് ശരിക്കും പറയേണ്ടത്. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടായി SI നിർബന്ധിച്ചുകൊണ്ട് നമ്മളിവിടെ വന്ന് നമ്മൾ രാവിലെ പോലീസിനെ വിളിച്ചു, പല പ്രാവശ്യം പോലീസിനെ വിളിച്ചിട്ടും പോലീസ് വന്നിട്ടില്ല. അപ്പം നമ്മൾ പിന്നെ 100-ൽ വിളിച്ചു. 100-ൽ വിളിച്ചപ്പോൾ പിന്നെ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. അവർ 100 വിളിച്ചപ്പോൾ 2 പ്രാവശ്യം വിളിച്ചപ്പോൾ പോലീസ്, നേമത്തെ പോലീസാണ് വന്നത്. വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സ്ഥലം അവർ ആളിനെ വിട്ടു വന്നു. ഒരു പോലീസിലെ ഡ്രൈവർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു നമ്മളെ ടെമ്പററി ആയിട്ട് ഉള്ള ഒരു താൽക്കാലിക ജീവനക്കാരനെന്ന് പറയില്ലേ, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടെ വന്ന് ഇവിടെ വന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ആ ശരി ഇതെല്ലാം കണ്ടു നിർത്തി വയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ നിർത്തി വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പോയി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അറിയുന്നു നേമം SI ഷിജു എന്ന് പറയുന്ന സാറ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. സാർ എന്നെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് അവരെ വകയല്ലേ, അവർ കിട്ടുന്നതിന് നിങ്ങൾക്ക് എന്താണ് തർക്കമെന്ന് കേട്ടു. അപ്പം നമ്മൾ അങ്ങനെയല്ല സാറേ, നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് നടന്നു പോകുന്നൊരു വഴിയല്ലേ, അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് കയറി പോകുന്ന വഴി ഇങ്ങനെ കെട്ടി അടയ്ക്കാനായിട്ടാണെങ്കിൽ നമ്മളിവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് ചെയ്യണമല്ലേ നല്ലത്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, റീസർവേയുടെ അളവ് കൊണ്ടുവരും. അപ്പോൾ അവർ റീസർവേയുടെ അളവെന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡ് ഒരു വെള്ളപ്പേപ്പറിൽ വരച്ച ഒരു അളവുമായിട്ടാണ് SI എന്നെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സാർ ഇതിങ്ങനെയല്ല, ഒന്നുകിൽ അവരെ സൈൻ വേണം, അല്ലെങ്കിൽ അവരെ സ്കാനിങ്ങിൻ്റെ ഒരു സിമ്പൽ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് അത് അനുവദിക്കാൻ പറ്റുള്ളൂ. ഈ റീസർവേയുടെ അളന്നിട്ടില്ല, ഇത് അളക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇല്ല, അങ്ങനെയല്ല, അത് അവരിതാണ് എന്നുള്ളൊരു നിലപാട് സാറ് സ്വീകരിച്ചു. അവസാനം പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിലോട്ടുള്ള ആൾക്കാരെ വിളിച്ചു, ആ പുള്ളിക്കാരനെ വിളിച്ചു, ഫോൺ കൊടുത്തു, സംസാരിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരൻ ശരിയെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ നാളെ വരെ, തിങ്കളാഴ്ച വരെ, അങ്ങനെ നമുക്ക് തിങ്കളാഴ്ച വരെ എന്ന് പറഞ്ഞ ഒരു സമയം തന്നിട്ട് പോകാൻ കഴിയില്ലല്ലോ. ഒരു ഗവൺമെൻറ് തർക്കമുള്ള ഒരു ഭൂമിയിൽ അത് തീരുന്നത് വരെ അത് തർക്കത്തിൽ തന്നെ കിടക്കണം. അത് അവർക്ക് രണ്ടാമത് വന്ന് ക്ലിയറായി വരുമ്പോൾ അവർക്ക് അത്ര ഉണ്ടെങ്കിൽ അവരെടുത്തോട്ടെ. ഞാൻ വേറൊരു കാര്യം, ഇപ്പോൾ സർവേ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ അറിയിച്ചു? സർവേ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അറിയിച്ചു. നമ്മൾ 2 ദിവസം മുമ്പ് ഇവിടെ സർവേ അളക്കാമെന്ന് ആ ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ കണ്ടിരുന്നു വഴി വെച്ച്. അപ്പോൾ അവർ പറയുന്നത് ഒരു കാരണവശാലും അവിടെ അളക്കാൻ സമ്മതിക്കുന്നില്ല, അവരവിടെ വഴിയുണ്ട്, ആ വഴിയിൽ അത് വെച്ച് അളക്കാൻ പറ്റൂല, നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്ന് അവരോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഇവർ സെപ്പറേറ്റ് അവിടെ കൊണ്ടൊരു അപേക്ഷ കൊടുത്ത് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് അളന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു വീട്ടുകാർക്ക് മാത്രമായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് നടക്കാൻ കഴിയില്ലല്ലോ. അല്ല, ഉദ്യോഗസ്ഥനാണല്ലോ, സർവേ ഓഫീസർ എന്ന് പറയുന്ന ഒരാളാണല്ലോ ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അതെ, അദ്ദേഹം വിടുന്ന ഇപ്പൊ ഈ ഏരിയയിൽ അളക്കാനും അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവും. അതെ, ആ ഉദ്യോഗസ്ഥൻ മുഖാന്തരം മാത്രമേ ഇവിടെ വന്ന് അളക്കാൻ പറ്റൂ. അവരെ അളക്കാൻ സമ്മതിക്കില്ല. ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഒരു ഉദ്യോഗസ്ഥന്റെ കെയർ ഓഫിൽ വന്ന് ആർക്കും അളക്കാൻ അല്ല. ഇവിടെ നമ്മളെയൊക്കെ വീടുകളില്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിനെ കൊണ്ട് അളക്കില്ല. അതെ, അല്ല, ഇവിടെയുള്ള എല്ലാ കെട്ടി തീരുമാനിക്കാൻ വേണ്ടി എല്ലാ സർവേ ഓഫീസിൽ അതിര് കെട്ടിയാലും അവർ അളന്ന് തിട്ടപ്പെടുത്തുള്ളൂ. ഇങ്ങോട്ടൊന്ന് പറയും. ആ സർവേ അതായത് നിലവിലുള്ള വസ്തുവിനെ അളക്കുന്നതിന് വേണ്ടിയാണല്ലോ ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ വിട്ടിരിക്കുന്നത്. അവരിവിടെയുള്ള എല്ലാ വസ്തുക്കളും അവർ അളന്നുകൊണ്ട് വരെയല്ലേ. നമ്മൾ ഈ അമ്പലം അളന്നു, ക്ഷേത്രത്തിനകം അളന്നു, എല്ലാം അളന്നു. അങ്ങനെ ഈ വഴി അളക്കാനായിട്ട് പോയി അവരെ ഈ 2 വീടും അളക്കാൻ പോയി പറഞ്ഞ് ഇവിടെ അളക്കാൻ പറ്റൂല, അവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവർ പറയുന്നത്. അപ്പം അത് അവർ കളഞ്ഞിട്ട് പോയി, അവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയി. അപ്പം പിന്നീട് അറിയുന്നത് അവിടെ നിന്നൊരു ഉദ്യോഗസ്ഥൻ വന്ന് ഇവർക്ക് വേണ്ടി അളന്നു. അങ്ങനെ അളന്നെന്നും കൊണ്ടൊരു സർവേ ആവില്ലല്ലോ, ഒരിക്കലും ആവില്ലല്ലോ. ആ പേപ്പർ വെച്ചും കൊണ്ടാണ് ഞങ്ങളടുത്ത് നിന്ന് SI വിട്ട് കാണിപ്പിച്ചത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന പേപ്പറല്ല. കാര്യം സർവേ അളന്നാൽ ഇതിനകത്ത് ഒബ്ജക്ഷൻ ഉണ്ടോ ഇല്ലെന്നുള്ളൊരു കാലാവധി ഉണ്ട്.
പലർക്കും പരാതി കൊടുക്കേണ്ട സമയങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് പോലും ചെയ്യാം. അപ്പോൾ ഇവർക്കൊരു തെളിവിന് വേണ്ടിയാണ് ഇവരിന്ന് ഈ ഒരു വിഷയം ഉണ്ടാക്കി. അവിടെ ഉണ്ടായിരുന്ന മതിലിന് സിനിമാ സ്റ്റൈലിൽ കൊണ്ടുവന്ന് എല്ലാം പൊളിച്ചു മാറ്റി തറമട്ടത്തിനാക്കി. അതിനെ പിറ്റേ ദിവസം രാവിലെ മൊത്തത്തിൽ ഈ 9 അടി വഴി കിടക്കുന്നതിൻ്റെ നടുക്കൂടെ ഒരു പോസ്റ്റ് നിർത്തി. ഇവിടങ്ങളിൽ ഒരിടത്തും ഇങ്ങനെ ഒരു മതിലില്ല. ഒരു സ്നേഹമതിലെന്ന് പറഞ്ഞ മതിൽ ഇവിടങ്ങളിൽ ഒരിടം ഇല്ല. ഇത് താൽക്കാലികമായി ശനി ഞായർ ആയതുകൊണ്ട് പെട്ടെന്ന് വരുത്തി തീർക്കാനുള്ളൊരു മതിലാണ്. ഞങ്ങൾ കോർപ്പറേഷനെ വിളിച്ചപ്പോൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നിലധികം ആൾക്കാർ നടന്നു പോകുന്ന വഴിക്ക് യഥാർത്ഥത്തിൽ കോർപ്പറേഷന് ഇടപെടാം. കോർപ്പറേഷൻ്റെ അണ്ടറിൽ അല്ലെങ്കിലും ഒന്നിലധികം പോകുന്ന ആൾക്കാർക്ക് പോകുന്ന വഴിയിലാണെങ്കിൽ പൊതുവഴി എന്നുള്ള നിലയ്ക്ക് ബിൽഡിംഗ് റൂൾ മനസ്സിലാക്കി അവർ ചെയ്യുമ്പോൾ ഇതും അവർ ചെയ്യണ്ടേ, ഇതിന് പെർമിഷൻ വാങ്ങിക്കണ്ടേ? അതൊന്നും കയ്യിലില്ല, അതൊന്നും അവരിലില്ല. ഞാൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ എന്താണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇത് കോർപ്പറേഷൻ്റെ ആസ്തി ബാധ്യതകളുള്ള വഴിയല്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരെ വസ്തുക്കൾ ചെയ്യുന്നതിന് കോർപ്പറേഷൻ പെർമിഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ മതിൽ കെട്ടുന്നതിനും അങ്ങനെ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ കോർപ്പറേഷൻ വന്ന് നോക്കണം, നോക്കിയിട്ട് പറയണം ഇത് നിങ്ങൾ പെർമിഷൻ വാങ്ങിക്കണം. അല്ല, കോർപ്പറേഷൻ പരാതി കൊടുത്തു. നമ്മൾ രാവിലെ വിളിച്ചു, സ്ക്വാഡ് വന്ന് വിളിച്ചു, രാവിലെ വന്നു. അവരിവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പക്ഷെ ഞങ്ങളുടെ അടുത്ത് പരാതിക്കാരുടെ അടുത്ത് കോർപ്പറേഷൻ ഒരു വക മിണ്ടിയിട്ടില്ല. പരാതിക്കാരുടെ അടുത്തല്ല മിണ്ടിയില്ല. നമ്മൾ പറഞ്ഞ എതിർ കക്ഷിയുടെ അടുത്ത് സംസാരിച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് അവരങ്ങ് കാര്യക്കാർ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇതിൻ്റെ, അത് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. അപ്പം പിന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് സൈഡിൽ വെച്ച് കെട്ടുകയാണെങ്കിൽ അവർക്ക് ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അടുത്ത അതിർത്തിക്കാരൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാമല്ലോ. ഒരു പൊതുവഴിയല്ലേ. നിങ്ങൾ കൗൺസിലർ അറിയിച്ചില്ലോ? കൗൺസിലർ അറിയിച്ചു. ഇവിടുത്തെ കൗൺസിലറെ നമ്മൾ 2 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു വിഷയം അവിടെ ഇങ്ങനെ മതിൽ പൊളിച്ചപ്പോൾ ഞാൻ വഴി വെച്ച് കണ്ടു. കൗൺസിലറെ കണ്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇടപെടാം എന്നുള്ള നിലവാരത്തിൽ കൗൺസിലർ പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ 2 പ്രാവശ്യം കൗൺസിലറെ വിളിച്ചു. കൗൺസിലറെ കിട്ടി. ഞാൻ വരാം, അന്ന് നോക്കാം. അപ്പം നമുക്ക് കൗൺസിലറെ ആയിരുന്നാലും പോലീസിൻ്റെ ആയിരുന്നാലും ഇവിടെയുള്ള ഉദ്യോഗസ്ഥരായിരുന്നാലും ആവശ്യം സമയത്തിനാണ്. അല്ലാതെ സമയം കഴിഞ്ഞ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അല്ല നമുക്കിതിൻ്റെ ആവശ്യം. അല്ല, ഇങ്ങനെ ഒരു വഴി തർക്കം, അത് പ്രത്യേകിച്ച് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൊതുവഴി തർക്കം വരുമ്പോൾ തീർച്ചയായിട്ടും സ്ഥലത്തെ കൗൺസിലർ ആദ്യം ഓടി എത്തേണ്ടതല്ലേ? എത്തേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ കൗൺസിലറെ വിളിച്ചത്. പക്ഷെ നമ്മൾ പല രാഷ്ട്രീയക്കാരെയും നമ്മൾ കണ്ടു. കാര്യം നമുക്കൊരു പ്രത്യേക ഒരു രാഷ്ട്രീയത്തിലുള്ള ആളല്ല ഞങ്ങളാരും. അപ്പോൾ എന്നാലും കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് കൗൺസിലറെ വിളിച്ചു. നമുക്കതിനൊരു മറുപടി വന്ന് നോക്കാം, ഞാൻ വരാം എന്ന് പറഞ്ഞതല്ല ഇതുവരെയും വന്നിട്ടില്ല. അതിനും പുറമെ നമ്മുടെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഇപ്പോൾ നമ്മൾ CPM-ൻ്റെ ഒരാളെ കണ്ടു. നമുക്ക് കാര്യം നടക്കണ്ടേ? ആരായിരുന്നാലും ഒരു പബ്ലിക് സ്ഥലമല്ലേ, അതിനകത്ത് നമുക്ക് കാര്യം നടക്കണം. അതുകൊണ്ട് നമ്മൾ ഒരാളെ കണ്ടു. പുള്ളിക്കാരൻ നമ്മളെ കൂടെ വന്നു, SCA കണ്ടു. അപ്പോൾ പുള്ളിക്കാരൻ കൂടെ വന്നപ്പോൾ അതിന് ചെറിയൊരു എന്താണ് രാഷ്ട്രീയം. അപ്പം ന്യായമല്ല ഇതിനകത്ത് നോക്കുന്നത്, നമ്മളെ പിടിപാടാണ് അതിനകത്ത് നോക്കുന്നത് നമുക്ക് മനസ്സിലായി. അതനുസരിച്ചാണ് ഇപ്പോൾ അവരുടെ പോക്ക്. ഇപ്പോൾ അവർ പോയിരിക്കുകയാണ്. അവർ പോയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ കേസ് ജയിക്കുകയും നമുക്കിനി ഇത് കിട്ടണ്ടെന്ന് പറയുകയും ഞങ്ങൾ പല പ്രാവശ്യം ഇതിനകത്ത് സ്ത്രീകളുടെ പീഡനത്തിൽ പെടുത്തി നമ്മൾ പല കേസുകൾ ഇവർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പോയി, അതിനെയൊക്കെ നമ്മൾ വെറുതെ വിട്ടു, തെളിവില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവർ പോയിരിക്കുന്നത് ചിലപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും എന്താണ് ഈ പീഡന കേസ് എന്ന് പറയുന്നത്? അല്ല, അതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു അമ്പലത്തിൽ ചെറിയൊരു കേസ് നിലവിലുണ്ട്. ഈ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്തുള്ള ബന്ധുക്കളിലുള്ള ചില ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അതിപ്പോൾ ഈ നമ്മൾ ജയിക്കും എന്നുള്ള വന്നപ്പോൾ നമ്മളെ ഒതുക്കുക, നമ്മളെ നിരുത്സാഹ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക, നമ്മളെ ഇന്ന് പിന്തിരിപ്പിക്കുക, അതിനുവേണ്ടി പറയാം. പക്ഷെ അത് ഇതുവരെയും ഒരു കേസും നിലവിലില്ല. എല്ലാ കേസുകളും അതല്ല ഇവരാണോ ഇങ്ങനെയുള്ള? ഇവരാണ് നിയന്ത്രിച്ചു കൊടുത്ത. ഈ വീട്ടിലൊരു മരണം നടന്നു. ഇദ്ദേഹത്തിന് 2 പേരെയും ഉൾപ്പെടെയുള്ള ആൾക്കാർ അടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ജീവൻ രക്ഷാർത്ഥം ഞാൻ ചെന്നിട്ട് പരാതി കൊടുത്തു. എന്നെ അവരടിക്കും, അത് പറയണ്ടേ? നമ്മൾ പോലീസിലല്ലേ പറയാൻ. അതിനെ വിളിച്ചു വരുത്തി സംസാരിച്ചു. അത് ഇവിടെയുള്ള ആൾക്കാരല്ല, ഈ നാട്ടിലുള്ള ആൾക്കാരല്ല ഈ അമ്പലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കരമന തളിയൽ ഭാഗത്തുള്ള 1-2 കുടുംബത്തിലുള്ള അല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അമ്പലം എന്ന് പറയുമ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ പോകുമ്പം ഈ 10-18 വർഷമായിട്ട് പോകുന്ന ട്രസ്റ്റിൻ്റെ കീഴിൽ പോകുമ്പോൾ അവരല്ലേ ഇത് നോക്കാൻ. അതിൽ കയറി വേറെ ആറ്റലമ്പലത്തിൽ വേറെ നമുക്ക് കയറി ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ബന്ധുക്കൾ കയറി ചെയ്യാൻ ട്രസ്റ്റ് തീരുമാനിക്കുന്നതല്ലേ ഇവിടെ അതൊന്നും നടപ്പിലാക്കാൻ സമ്മതിക്കാതെ ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാർ ഇവരാണ്. ഇവർ വർഷത്തിലൊരിക്കൽ അവരിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നാണ് വേറെ വിഷയങ്ങൾ കേസുമായിട്ട് ഉണ്ടാക്കിയിട്ട് ഈ പ്രാവശ്യം ഇദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായി റിട്ടയർഡ് ആളാണ്. അതെന്താണ് വിഷയം? അത് ക്ഷേത്രത്തിൽ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ പൂജാരിയാണ്. അത് ഇന്നലെയല്ല. ഈ ക്ഷേത്രം എൻ്റെ ഒരു 15 വയസ്സ് കാലം മുതൽ 1971 കാലം മുതൽ ക്ഷേത്ര പുനരുദ്ധാരണം നടന്ന കാലം മുതൽ രേഖകളെല്ലാം ഉണ്ട്. എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കെ എൻ്റെ ഇരുന്ന താക്കോല് ഈ ചില തൽപര കക്ഷികൾ പിടിച്ചു മാറ്റിയപ്പോൾ അവരാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് അന്ന് അടിയും തന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു മരണം നടന്ന വീട്ടിൽ വന്നപ്പോൾ എന്നെ അടി തന്നവരുടെ സഹോദരങ്ങൾ 2 പെണ്ണുങ്ങളാണ് ഇപ്പോൾ എന്നെ അടിച്ചത്.
അടിച്ചിട്ട് ഞാൻ കേസ് കൊടുത്തിട്ട് എൻ്റെ കേസ് എടുത്തില്ല, ശ്രീപീഡനം എന്നും പറഞ്ഞ് അവരുടെ വേറെ കേസുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയൊക്കെ വയസ്സായി പോയി നേരെ എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ പേർക്കാണ് അവർ സ്ത്രീപീഡനവും കൊണ്ടുവരുന്നത്. അവർക്ക് ഈ പ്രായമില്ല, പക്വതയില്ല, വേറൊന്നുമില്ല. ഇപ്പോൾ കേസ് നടക്കുകയാണ്. അല്ല, അതൊക്കെ പോയി, അതൊക്കെ തള്ളിപ്പോയി, അതവർ തള്ളിക്കളഞ്ഞു. കാരണം അവർക്ക് പോലീസുകാർക്ക് തോന്നി ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് കണ്ടു, അവർ അതൊക്കെ ഒഴിവാക്കി വിട്ടു. ഇപ്പം നിലവിൽ കോടതിയിൽ കേസുണ്ട്. കോടതിയിലത് ഞാൻ ഇവിടുത്തെ മുഖ്യ പൂജാരിയാണ്, എനിക്ക് ശ്രീകോവിലിൻ്റെയും മടപ്പള്ളിയുടെയും താക്കോൽ സൂക്ഷിക്കാനുള്ള അവകാശം ട്രസ്റ്റ് ബൈലാക്കകത്ത് അതിൻ്റെ മുൻ ആധാരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നും പറഞ്ഞ് ഞാനൊരു കോടതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് വിധി പറയുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഇവിടുന്ന് മാറിയേ പറ്റൂ, കോടതി വിധി ഒന്നും നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു വെപ്രാളമാണ് ഈ കാണിക്കുന്ന കാര്യം.